ഞാൻ ലേഖ മോഹൻ, ലാബ് ഇൻചാർജ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് സെൻറ്റർ, ചിയാരം. ആരോഗ്യരംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലബോറട്ടറി ടെസ്റ്റുകൾ. ബ്ലഡ് കളക്ഷൻ മുതൽ എല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബ്ലഡ് കളക്ഷനും സാമ്പിൾ പ്രിപ്പറേഷനും എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. പേഷ്യൻറ്റിനെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുത്തിയ ശേഷം കൈകൾ നീട്ടി വെച്ച് വെയിൻ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക. എവിടെ നിന്നാണോ ബ്ലഡ് എടുക്കേണ്ടത്, ഏത് വെയിനിൽ നിന്നാണോ ബ്ലഡ് എടുക്കുന്നത് അതിന് തൊട്ട് മുകളിലായി ഒരു ടൂർണിക്കേറ്റ് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടുക. ബ്ലഡ് ഫ്ലോ കൂട്ടാനും വെയിൻ നല്ലോണം തെളിഞ്ഞു കാണുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ടൂർണിക്കേറ്റ് കെട്ടുന്നത്. അതിനുശേഷം ഒരു കോട്ടൺ സ്വാബ് എടുത്ത് സ്പിരിറ്റ് ഒഴിച്ച് ബ്ലഡ് എടുക്കുന്ന സ്ഥലം നല്ലോണം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ശേഷം ഏതൊക്കെ ടെസ്റ്റാണോ ആവശ്യമുള്ളത് ആ ടെസ്റ്റുകൾക്ക് അനുസൃതമായി എത്ര ml ബ്ലഡ് വേണോ അത്രയും വോളിയം കിട്ടുന്ന സിറിഞ്ച് സെലക്ട് ചെയ്ത് നമ്മൾ നീഡിൽ വെച്ച് ആ വെയിനിൽ ചെറിയൊരു ഇതുണ്ടാക്കി ചെറിയൊരു പ്രിക്ക് വെച്ച് നമ്മളത് ബ്ലഡ് പിസ്റ്റൺ പിന്നാക്കം വലിച്ച് ബ്ലഡ് ആവശ്യാനുസരണം എടുക്കുക. ആവശ്യത്തിന് ബ്ലഡ് എടുത്ത ശേഷം ഒരു കോട്ടൺ സ്വാബ് വെച്ച് ആ നീഡിൽ അമർത്തിയ ശേഷം നീഡിലിൻ്റെ അവിടെ അമർത്തി വെച്ച് പിടിച്ച ശേഷം സിറിഞ്ച് ഊരി എടുത്ത ശേഷം പേഷ്യൻറ്റിൻ്റെ കൈ മടക്കി വയ്ക്കാൻ 2 മിനിറ്റ് മടക്കി വയ്ക്കാൻ പറയണം. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കാറുള്ളതാണ്. സിറിഞ്ചിൽ നിന്ന് നീഡിൽ മാറ്റി ഏതൊക്കെ ടെസ്റ്റിനാണോ നമ്മൾ സാമ്പിൾ എടുക്കുന്നത് ഓരോന്നിനും ഓരോ ട്യൂബുകളിലാണ് നമ്മൾ എടുക്കുന്നത്. ബ്ലഡ് ക്ലോട്ടാവാതിരിക്കുന്ന ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആൻറ്റികോയാഗുലൻ്റ് ചേർത്തതിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തു വയ്ക്കണം. ക്ലോട്ടാവേണ്ട ടെസ്റ്റുകൾ പ്ലെയിൻ ട്യൂബിലാണ് നമ്മൾ എടുക്കുന്നത്. അത് ഒഴിച്ച് ലേബൽ ചെയ്ത് എടുത്ത ശേഷം നമുക്ക് അത് ലബോറട്ടറിയിലേക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. ക്ലോട്ടായിട്ടുള്ള ബ്ലഡ് എടുത്ത് നമ്മൾക്ക് ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾക്ക് ആ ബ്ലഡ് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഒരു മെഷീനിൽ വെച്ച് 3 മിനിറ്റ് 2000 RPM സെൻട്രിഫ്യൂജ് ചെയ്ത് നമ്മൾക്ക് അതിന്ന് സിറം സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ബയോകെമിസ്ട്രി ടെസ്റ്റുകൾക്ക് സിറമാണ് നമ്മൾക്ക് ആവശ്യം. ഇതാണ് സെൻട്രിഫ്യൂജ്. ഇതിൽ നമ്മൾ ട്യൂബ് വെച്ചിട്ട് സെൻട്രിഫ്യൂജ് അടച്ച് നമ്മൾ അത് സാമ്പിൾ സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുന്നു. സെൻട്രിഫ്യൂജ് ചെയ്ത സാമ്പിൾ പുറത്തെടുത്ത് സെല്ലും സിറവും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്നാണ് നമ്മൾ ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഇതാണ് സെൻട്രിഫ്യൂജ് ചെയ്ത സാമ്പിൾ.